മാധ്യമങ്ങൾ പ്രത്യാശയുടെ സന്ദേശം പകർന്നു നൽകണമെന്ന് കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ കോതമംഗലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരാശയുടെ കാലത്തും പ്രതീക്ഷയുടെ സന്ദേശം പകർന്നു നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ് മാധ്യമങ്ങളെന്ന് കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പറഞ്ഞു. കോതമംഗലത്ത് ക്രിസ്മസിനോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്മസ് പ്രത്യാശയുടെ സന്ദേശം നൽകുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും, സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനിടയിൽ നമുക്ക് എന്താണ് പ്രത്യാശയുള്ളത്? ഈശോയുടെ ജനനത്തിൻ്റെ സമയത്ത് ദൈവദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്കായി സന്തോഷ സദ്വാർത്ത അറിയിക്കുന്നു. ഇതാ രക്ഷകൻ പിറന്നിരിക്കുന്നു ബെത്ലഹേമിൽ. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ രക്ഷകൻ വന്നു പിറന്നു എന്നുള്ള ആ സദ്വാർത്തയാണ് നമുക്ക് സന്തോഷം നൽകുന്നത്, പ്രത്യാശ നൽകുന്നത്. അതുകൊണ്ട് എന്നും നിരാശപ്പെട്ട് കഴിയേണ്ടവരല്ല നമ്മൾ. ജാതീയ മതമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നുമല്ല പ്രശ്നം. മനുഷ്യരുടെ രക്ഷ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മളെല്ലാവരും മനുഷ്യർ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ ജീവിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാവരും, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരാണെങ്കിലും ചിന്തിക്കുന്നതാണ് എല്ലാ മനുഷ്യർക്കും സമാധാനമായിട്ടും സന്തോഷമായിട്ടും സ്നേഹമായിട്ടും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. മാധ്യമപ്രവർത്തകർ അത് തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് നിരാശയും വേദനയും കഷ്ടപ്പാടും അനീതിയും അക്രമവും ഒക്കെ കാണുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ഇതിനിടയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ദൈവം മനുഷ്യനായി അവതരിച്ചു, അതാണ് ക്രിസ്മസിന് സന്ദേശമായിട്ട് വരുന്നത്. നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യതയോടെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുവാൻ മാധ്യമപ്രവർത്തകർ നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അനുസ്മരിച്ചു. മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന സങ്കടങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും പരിഹാരം കാണുവാനും മാധ്യമങ്ങൾ നടത്തുന്ന പ്രയത്നം വളരെ വലുതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരാശയുടെ വാർത്തകൾക്ക് പകരം പ്രത്യാശയുടെ കിരണങ്ങൾ ഉണർത്തുന്ന വാർത്തകൾ പ്രാധാന്യത്തോടെ സമൂഹത്തിന് നൽകാൻ വരും നാളുകളിലും മാധ്യമങ്ങൾക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാവും. നമ്മൾ കരുണയുള്ളവരാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് ഒരു കുടുംബത്തിൽ സ്നേഹമുള്ള സാഹചര്യമാണെങ്കിൽ അവിടെ സന്തോഷമുണ്ടാവും, സമാധാനം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അറിയാനുള്ള അടയാളമാണ് സ്നേഹവും കരുണയും. അപ്പം ഈശോ ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടിയല്ല. അന്ന് യഹൂദർക്ക് വേണ്ടി മാത്രമല്ല ദൈവം മനുഷ്യനായി പിറന്നത്, ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന സന്ദേശം. അതോടൊപ്പം തന്നെ അടുത്ത വർഷം 2025 ഈശോയുടെ ജനനത്തിൻ്റെ 2025 വർഷം ജൂബിലി ആഘോഷിക്കുകയാണ്. ആ ജൂബിലിയുടെ തീമായിട്ട് കൊടുത്തിരിക്കുന്നത് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകർ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിരാശപ്പെട്ട് ജീവിക്കേണ്ട. നമ്മുടെ ഈ ലോകം കൊണ്ട് ജീവിതം അവസാനിക്കില്ല. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നത് ദൈവത്തോട് കൂടെ ജീവിച്ചാൽ നിത്യ ജീവിതം നമുക്ക് ലഭിക്കും. അതാണ് പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട്. തീർത്ഥാടനം സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനമാണ്. അപ്പോൾ അത് പ്രത്യാശയുടെ മുന്നോട്ട് പോകണം. അതാണ് ജൂബിലി വർഷത്തിലെ തീമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് കാണുന്നത് എല്ലാം നിരാശപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്നതോ ഒക്കെ ആകാം, ശരിയാണ്. പക്ഷേ ഇതിനിടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, സംരക്ഷണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പരസ്പരം സ്നേഹിക്കണം. രൂപതാ PRO ഫാദർ ജോസ് കുളത്തൂർ ആമുഖ പ്രഭാഷണം നടത്തി. രൂപതാ പ്രോട്ടോ സെന്റ് ജൂലിയോസ് മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ ക്രിസ്മസ് സന്ദേശം നൽകി. സെന്റ് ജൂലിയോസ് മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്കാട്ടിൽ ക്രിസ്മസ് ആശംസകൾ നേർന്നു. മധുരം പങ്കിട്ട് പ്രാർത്ഥനകളോടെ യോഗം സമാപിച്ചു. ഉത്തരവാദിത്തത്തോടുകൂടിയാണ് മീഡിയ, നിങ്ങൾ കോതമംഗലത്തുള്ള പ്രസ് എപ്പോഴും അതിനകത്ത് ഇടപെടുന്നതും ചെയ്യുന്നതും. ഈ നാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പിതാവ് എപ്പോഴും
കരുതലോട് പറയുന്ന ഒരു വിഭാഗം ഈ കോതമംഗലത്തിനടുത്ത് മലയോര പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ഒരു 34 ഇടവകകൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയമാണ്. നിരന്തരമായി പന്നി, കുരങ്ങ് എന്നുള്ള കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങൾ ഒരു വശത്ത്, ആന മറുവശത്ത്. നമ്മുടെ ഉരുളന്തണ്ണി, കുട്ടമ്പുഴ, ഉയ്യൻകുട്ടി, മാമലക്കണ്ടം, പരിശക്കല്ല്, പഴമ്പള്ളിച്ചാൽ, നീണ്ടപാറ, പുന്നമറ്റം, മുള്ളരിങ്ങാട് ഇതെല്ലാം ആനശല്യം നിരന്തരമുള്ള പ്രദേശങ്ങളാണ്. പുന്നക്കാട് ഒരു ആന വന്ന് നമുക്കറിയാം. ഈ വലിയ ദുരിതത്തിനിടയിൽ സാധാരണ മനുഷ്യരാണ് നിസ്സഹായരായിരിക്കുന്നത്. അഭിനന്ദ പിതാവ് ആ വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങൾ അത് ഏറ്റുവാങ്ങി നമ്മുടെ കുളത്തുരച്ചൻ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന് മുമ്പാകെ എത്തുകയും ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട തീപിടിച്ചൊരു വിഷയങ്ങളൊന്നായിട്ട് അവതരിപ്പിച്ച് മുഖ്യ പങ്ക് വഹിച്ച് നിങ്ങളാണ്, മീഡിയയാണ്. കാരണം ഇത് രൂപതര മാത്രമല്ല, കത്തോലിക്കൽ മാത്രം വിഷയമല്ല. എത്രയോ പേരാണ് ഭീതി കഴിയുന്നത്. ഏത് സമയത്തും കൃഷി നഷ്ടപ്പെടുന്നു എന്നുള്ളത് പിന്നെ കൃഷി ചെയ്യാമെന്ന് വയ്ക്കാം. അതുമാത്രമല്ല, ജീവന് ഭീഷണിയായിട്ട് മാറുന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ എന്നൊരു വലിയൊരു സേവനമാണ്. ജനാധിപത്യത്തിൻ്റെ 4ാമത്തെ പില്ലറെന്നാണല്ലോ ഇതിന് പറയുന്നത്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ തന്നെ ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ ഈ മീഡിയ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. മീഡിയയുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണെന്നുള്ള സംശയമില്ല. നമുക്ക് കോതമംഗലത്ത് നമുക്ക് രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപതയ്ക്ക് ചെയ്യുന്നത് ബന്ധം, അടുപ്പം വളരെ വലുതാണ്. രൂപതയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ എല്ലാം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ഏതൊരു വ്യക്തിയുടെ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് ഏറ്റെടുക്കാനായിട്ട് പറ്റുന്നൊരു കാര്യം. അതിന് വേണ്ടിയിട്ട് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാനൊക്കെ സാധിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് കഴിഞ്ഞ ദിവസം ആന കൂട്ടി കൊന്നു എന്ന് പറഞ്ഞ സമയത്ത് അപ്പം തന്നെ ഞങ്ങൾ 10 മണിക്ക് ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി 10 മണിക്ക് ആ മീറ്റിംഗ് കൂടിയ സമയത്ത് അവിടെ ആന ഇട്ടിരിക്കുക എന്ന് പറഞ്ഞ് അച്ഛന്മാരെ അറിയിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പിതാവ് തന്നെയാണ് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ഒരു വണ്ടിക്ക് അപ്പോൾ അച്ഛന്മാർ പോവുകയും ചെയ്തു. പോയാൽ അവിടെ എന്താ അവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സംഘർഷാവസ്ഥയാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എന്ത് സംഘർഷമാണല്ലോ നമ്മുടെ ജനങ്ങളുടെ അടുത്തേക്കാണല്ലോ പോകുന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് പോയത്. കാരണം അവിടെ പള്ളി ചെന്നിട്ട് എവിടെയെങ്കിലും നമുക്ക് ആളുകളുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നൊരു കുഴപ്പമില്ല. പോലീസ് സംഘർഷം ഉണ്ടെന്ന് ഞങ്ങൾക്കൊരു ചിന്തയുണ്ടായിരുന്നു. ചിലപ്പം അടിച്ച് ബഹളം വെച്ചൊക്കെ ആയിരിക്കും പോകുന്നത്. ഏതായാലും ഞങ്ങൾ ഇപ്പോൾ അവർ കരഞ്ഞ് വിലപിക്കുന്നതിരിക്കാണ് ഞങ്ങൾ കണ്ടത്. ഞാൻ ഓർക്കുകയാണ്. കരഞ്ഞ് നിങ്ങളൊക്കെ കണ്ടവരുണ്ടായിരിക്കില്ലേ? അന്ന് ചെന്ന് കണ്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, അവിടെ ഉണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.